സംസ്ഥാനത്തെ വന്യമൃഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് സംബന്ധിച്ച് വനംവകുപ്പിന്റെ കൈവശം കണക്കുകളില്ല. വന്യമൃഗങ്ങളുടെ ജനന നിയന്ത്രണത്തിൽ കർക്കശ നിലപാടുകൾ സ്വീകരിക്കാനാകില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമായ ഘട്ടത്തിൽ ജനന നിയന്ത്രണത്തിലെ സ്റ്റേ നീക്കാൻ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. വയനാട്ടിൽ കടുവാ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട ഘട്ടത്തിലാണ് വന്യമൃഗങ്ങളുടെ ജനന നിയന്ത്രണ നടപടികൾ തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേ ഒഴിവാക്കാൻ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും വന്യമൃഗങ്ങളുടെ എണ്ണത്തിലെ കണക്കിൽ പോലും വനം വകുപ്പിന് വ്യക്തതയില്ല. ഈ പ്രജനനം വർദ്ധിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള രേഖകളൊന്നും നമ്മുടെ കയ്യിലില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ കൃത്യമായ സെൻസസ് നടക്കണം. ഈ സെൻസസ് നടക്കുമ്പോഴൊക്കെയുള്ള പ്രശ്നം പറഞ്ഞാൽ മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. മൈഗ്രേഷൻ സംഭവിക്കുന്ന സാഹചര്യത്തിൽ സെൻസസ് കൃത്യമായി വരുന്നില്ല. ഒരു പ്രാവശ്യം നടത്തുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സയൻറ്റിഫിക്കായ സെൻസസിങ് ആവശ്യമാണ്. രണ്ടാമത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ഒരു പ്രയാസം തോന്നുന്നത് ഈ നിയമഭേദഗതി ഇല്ലാത്തിടത്തോളം കാലം സുപ്രീം കോടതിക്ക് നിലവിലുള്ള നിയമം അനുസരിച്ചല്ലേ വിധി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നൊരു ആശങ്കയുണ്ട്. തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് മാറിയതോടെ നടപടിക്രമങ്ങൾ താമസിച്ചെന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. വിഷയത്തിൽ കർക്കശ നിലപാടുകൾ സ്വീകരിക്കാനാകില്ല. പിന്നെ അതിലിടക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് നടപടികളുമായി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് വേണ്ടത്ര ഇങ്ങനെ വന്യമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും പഴയകാലത്തിൽ നിന്നും വ്യത്യസ്തമായി വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ട്. ആ ബാലൻസിങ് ഒക്കെ പരിശോധിക്കാതെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സംസ്ഥാനത്ത് വന്യമൃഗശല്യത്തിന്റെ രൂക്ഷത കുറഞ്ഞുവെങ്കിലും പ്രശ്നപരിഹാരത്തിന് സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളിലും മെല്ലെപ്പോക്ക് തുടരുകയാണ്. അതേസമയം പ്രതിരോധ പദ്ധതികൾക്കായി തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾക്ക് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.